റേഡിയോ ലൈറ്റിംഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്വന്തം ബ്രാൻഡായ RRLന്റെ 12 വോൾട്ട് 400 വാട്ട്സിന്റെ റെയിൻ പ്രൂഫ് പവർ സപ്ലൈ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പവർ സപ്ലൈയുടെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് 12 വോൾട്ട് 400 വാട്ട്സിന്റെ ജനറിക് പവർ സപ്ലൈയുമായിട്ട് നമ്മളൊന്ന് സൈഡ് ബൈ സൈഡ് ആയിട്ട് ഇതിന്റെ കമ്പോണൻസ് എല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് RRLന്റെ പവർ സപ്ലൈസ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ല ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നതിനുള്ള വിവിധ കാരണങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ കമ്പോണൻസും എടുത്ത് അതിന്റെ പ്രത്യേകതകളും നമ്മുടെ പവർ സപ്ലൈയിൽ അധികമായിട്ട് വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്നും അതെന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നതെന്നുള്ളതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള പവർ സപ്ലൈകളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ നല്ല പവർ സപ്ലൈയും മോശം പവർ സപ്ലൈയും വേർതിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ ഇതിനകത്തിൽ വരുന്ന കമ്പോണൻസുകളുടെ പ്രധാനമായിട്ടുള്ള ഓപ്പറേഷൻസും ഫംഗ്ഷൻസും എല്ലാം ഒരു ബേസിക് നോളജ് കിട്ടാനും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക്സുകളുടെ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ നമുക്ക് നമ്മുടെ പവർ സപ്ലൈയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. ഈ കാണുന്നതാണ് നമ്മുടെ RRLന്റെ 12 വോൾട്ട് 400 വാട്ട്സിന്റെ റെയിൻ പ്രൂഫ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. ബേസിക് സ്ട്രക്ചറാണ് നമുക്ക് നോർമലി വരുന്ന റെയിൻ പ്രൂഫ് പവർ സപ്ലൈയുടെ അതേ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കേസിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമില്ല. മെറ്റൽ കേസാണ് വരുന്നത്. മുകളിലായിട്ടും താഴായിട്ടും മാത്രമേ നമുക്ക് പ്ലാസ്റ്റിക് വരുന്നുള്ളൂ. പിന്നെ പോർട്ടുകളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കണക്ഷൻ ലീഡുകളിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ലൈനും ന്യൂട്രലും അതുപോലെ എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ട് കൊടുക്കാനുള്ള 3 പിന്നുകൾ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് 3 നെഗറ്റീവ് ഔട്ട്പുട്ടുകളും ശേഷം 3 പോസിറ്റീവ് ഔട്ട്പുട്ടുകളും കാണാൻ സാധിക്കും. 3 പോസിറ്റീവും 3 നെഗറ്റീവും ആണ് നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ വരുന്നത്. ഇത് ഒരു ജനറിക് 12 വോൾട്ട് 400 വാട്ട്സിന്റെ ഒരു ജനറിക് ബ്രാൻഡിന്റെ ഒരു പവർ സപ്ലൈ ആണ്. ഇതും ഓൾമോസ്റ്റ് കാഴ്ചയിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ നമുക്ക് മൊത്തത്തിൽ 3 ഔട്ട്പുട്ട് പോർട്ട്, 3 നെഗറ്റീവും 3 പോസിറ്റീവും വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കമ്പോണൻസുകൾ കൂടുതൽ കാണിച്ചു തന്നാൽ അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ഇതിന്റെ രണ്ടിനെയും കവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. കവർ റിമൂവ് ചെയ്ത് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് RRLന്റെ പവർ സപ്ലൈസ് ബെസ്റ്റ് ആണെന്ന് പറയുന്നതിന്റെ റീസൺ മനസ്സിലാവും. എത്രത്തോളം കമ്പോണൻസ് നമ്മുടെ നോർമൽ പവർ സപ്ലൈയിൽ വരുന്നതിനേക്കാൾ ഒരു 2, 3, 4 ഇരട്ടി കമ്പോണൻസ് നമ്മുടെ റേഡിയോന്റെ പവർ സപ്ലൈയിൽ കൂടുതലാണ്. ഈ കമ്പോണൻസ് ഒന്നും വെറുതെ ആളെ കാണിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നതല്ല. ഇതിനെല്ലാം ഇതിൻ്റെതായിട്ടുള്ളൊരു ജോലിയുണ്ട്. സോ നമുക്ക് ഓരോ കമ്പോണൻസും എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇത്രയും കമ്പോണൻസ് അധികം ഉള്ളതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ഈ ഒരു പവർ സപ്ലൈയിൽ ഉള്ളതെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഒരു പവർ സപ്ലൈയുടെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 3 പോർഷൻസ് ആണ് പറയാൻ പറ്റുന്നത്. ഒന്ന് നമുക്ക് ഇൻപുട്ട് പോർഷൻ, 2 ഔട്ട്പുട്ട്, 3 നമ്മുടെ ഈ ഒരു പവർ സപ്ലൈയുടെ പ്രധാന ജോലി ചെയ്യുന്ന ആ ഒരു AC-യിൽ നിന്ന് DC-യിലേക്ക് റെക്ടിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. പൊതുവെ നമ്മുടെ പവർ സപ്ലൈയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതെല്ലാം നമുക്ക് ഇൻപുട്ട് കമ്പോണൻസ് ആയിരിക്കും. സോ അവിടേക്കാണ് ഇൻപുട്ട് കൊടുത്ത് ഇൻപുട്ടിന്റെ സിഗ്നൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു പോർഷനിലായിരിക്കും സംഭവിക്കുന്നത്. അതിന് നേരെ വലതുവശത്തായിട്ടായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്, നമുക്ക് പവർ സപ്ലൈയിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടുന്നതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു വലത്തെ വശത്തായിട്ടായിരിക്കും. പിന്നെ അതിന്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കമ്പോണൻസ് എല്ലാം എന്ന് പറയുന്നത് ഈ പറയുന്ന AC-യിൽ നിന്ന് DC-യിലേക്കുള്ള റെക്ടിഫിക്കേഷൻ പ്രോസസ്സാണ്. നമ്മൾ AC-യിൽ നിന്ന് DC-യെ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരുവിധം കമ്പോണൻസ് എല്ലാം നമുക്ക് ഇതിൽ കൊടുത്തേക്കുന്നത് പ്രോപ്പറായിട്ട് AC-യെ DC-യിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഇനി ഇതിന്റെ ഇൻപുട്ട് സൈഡിൽ നിന്ന് തുടങ്ങി എന്തൊക്കെ കമ്പോണൻസ് ആണ് നോർമൽ ഒരു പവർ സപ്ലൈയിൽ നിന്ന് നമ്മുടെ RRLന്റെ പവർ സപ്ലൈയിൽ കൂടുതലായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇൻപുട്ട് സൈഡിലായിട്ട് നോക്കുമ്പോൾ ചെറിയൊരു ട്രാൻസ്ഫോമർ പോലെയുള്ള ചെറിയൊരു സ്ട്രക്ചർ നമുക്ക് ഇൻപുട്ട് സൈഡിൽ കാണാൻ പറ്റും. വേറെ നമ്മുടെ ജനറിക് ബ്രാൻഡ് പവർ സപ്ലൈയിൽ അത്തരത്തിലൊരു ഇൻപുട്ട് ട്രാൻസ്ഫോമർ നമുക്ക് വരുന്നില്ല. കാണാൻ ട്രാൻസ്ഫോമർ പോലെയൊക്കെ ഇരിക്കും. ഇതിന് 2 സെറ്റ് ഓഫ് വൈൻഡിങ്സ് ഒക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇതിനെ ഇൻപുട്ട് ട്രാൻസ്ഫോമർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ടേം ഒന്നും ഇല്ല. ഇതിന്റെ ജോലി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കറണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അത് പൊതുവേ നമ്മുടെ നാട്ടിലുള്ള കറണ്ട് എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. സോ ഈ ഒരു 50 ഹെർട്സ് 230 വോൾട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ അതിലുള്ള ഹൈ ഫ്രീക്വൻസി കൂടുതൽ 50 ഹെർട്സിന് മുകളിൽ വരുന്ന ഫ്രീക്വൻസിയെ കട്ട് ചെയ്ത് കളയാനായിട്ടാണ് ഈ പറയുന്ന ഈ കുഞ്ഞ് ട്രാൻസ്ഫോമർ പോലെ ഇരിക്കുന്ന ഈ ഒരു കമ്പോണന്റ് നമുക്ക് വരുന്നത്. ഹൈ ഫ്രീക്വൻസി ഇന്റർഫേസിലെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഒരു ഇൻപുട്ട് ട്രാൻസ്ഫോമർ നമുക്ക് നമ്മുടെ RRL പവർ സപ്ലൈയിൽ വരുന്നുണ്ട്. എന്നാൽ ജനറിക് ബ്രാൻഡിന്റെ പവർ സപ്ലൈയിൽ അത്തരത്തിലൊരു ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫിൽട്രേഷൻ നമുക്ക് വരുന്നില്ല. രണ്ടാമതായിട്ട് ഏറ്റവും വലിയൊരു മാറ്റം കാണുന്നത് ഈ പറയുന്ന കപ്പാസിറ്ററിലായിട്ടാണ്. നിങ്ങൾക്ക് RRLന്റെ പവർ സപ്ലൈയിൽ 2 കപ്പാസിറ്റർ, ഏകദേശം 120 മൈക്രോ ഫാരഡിന്റെ 2 ഹൈ വോൾട്ടേജ് കപ്പാസിറ്റർ കാണാൻ പറ്റും. എന്നാൽ ഈ കാണുന്ന ഈ ഒരു ജനറിക് ബ്രാൻഡിന്റെ പവർ സപ്ലൈയിൽ നമുക്ക് ഒരു 150 മൈക്രോ ഫാരഡിന്റെ ഒരു സിംഗിൾ ഹൈ വോൾട്ടേജ് കപ്പാസിറ്റർ ആണ് വരുന്നത്. AC-യിൽ നിന്ന് DC-യിലേക്കുള്ള കൺവേർഷന്റെ സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് സ്മൂത്തർ ആക്കി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാണുന്ന വലിയ കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. വലിയ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ചാർജ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരാൻ ഈ ഒരു കപ്പാസിറ്ററുകൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഒരു കപ്പാസിറ്റർ വരുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ പവർ സപ്ലൈ ഒരു 220 തൊട്ട് 230 വോൾട്ട് ആ ഒരു വോൾട്ടേജ്
വോൾട്ടേജിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പവർ സപ്ലൈ ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ 220 അല്ലെങ്കിൽ 230 വോൾട്ടേജ് കൊടുക്കുമ്പോൾ മാത്രമായിരിക്കും നമ്മുടെ പവർ സപ്ലൈ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാൽ 2 കപ്പാസിറ്റർ വരുന്ന നമ്മുടെ RRL പോലെയുള്ള പവർ സപ്ലൈ ഒക്കെ ആണെങ്കിൽ നമുക്ക് 110 വോൾട്ട് മുതൽ 230 വോൾട്ട് AC വരെയുള്ള ഏതൊരു AC ഇൻപുട്ട് വോൾട്ടേജും നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ പറയുന്ന 110 മുതൽ 230 വരെയുള്ള വോൾട്ടേജ് AC ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പവർ സപ്ലൈയുടെ വർക്കിംഗ് കറക്റ്റായിട്ട് നമ്മുടെ RRL പവർ സപ്ലൈയിൽ നടക്കും. എന്നാൽ സിംഗിൾ കപ്പാസിറ്റർ ഉള്ളതിൽ നമുക്ക് അത്ര സ്മൂത്തർ ആയിരിക്കില്ല ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ള മേജർ ഡിഫറൻസ് വരുന്നത് ഈ കാണുന്ന ഈ ഒരു ഹൈ വോൾട്ടേജ് കപ്പാസിറ്ററിലാണ്. ഇനി സൈഡിലോട്ട് ഈ ഒരു വാളിന്റെ സൈഡിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് 2 മോസ്ഫെറ്റുകൾ അല്ലെങ്കിൽ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററുകൾ കാണാൻ പറ്റും. RRL പവർ സപ്ലൈയിൽ നമുക്ക് 2 ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ 2 മോസ്ഫെറ്റ് വരുന്നുണ്ട്. എന്നാൽ ജനറിക് ബ്രാൻഡിന്റെ പവർ സപ്ലൈയിൽ നമുക്ക് ഒരു സിംഗിൾ മോസ്ഫെറ്റ് ആണ് വരുന്നത്. 2 മോസ്ഫെറ്റ് അല്ലെങ്കിൽ 2 ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ വരുമ്പോൾ ഗുണം എന്ന് പറയുന്നത് എഫിഷ്യൻസി AC ടു DC കൺവേർഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹൈ പവർ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടാനും ഈ ഒരു 2 മോസ്ഫെറ്റ് നമ്മളെ സഹായിക്കുന്നതാണ്. എന്തുകൊണ്ടും ഒരു മോസ്ഫെറ്റിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള എഫിഷ്യൻസി തരാൻ നമുക്ക് 2 മോസ്ഫെറ്റ് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയുള്ള 2 ഡയോഡുകൾ നമുക്ക് മറുവശത്തായിട്ടും കാണാൻ പറ്റും. നമ്മുടെ RRL പവർ സപ്ലൈയിൽ 2 ഡയോഡ് വരുന്നുണ്ട്. ജനറിക് ബ്രാൻഡിന്റെ പവർ സപ്ലൈയിൽ ഒരു സിംഗിൾ ഡയോഡേ വരുന്നുള്ളൂ. ഈ ഒരു ഡയോഡ് കൂടുതൽ ഒരു പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് വരുന്നത്. സോ 2 ഡയോഡ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ സേഫ്റ്റി നമുക്ക് ഈ പറയുന്ന റേഡിയന്റെ പവർ സപ്ലൈയിൽ അല്ലെങ്കിൽ 2 ഡയോഡുള്ള പവർ സപ്ലൈയിൽ വരുന്നതാണ്. ഈ ഒരു ഫ്ലൈബാക്ക് മെക്കാനിസം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ ഡയോഡിനേക്കാൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് 2 ഡയോഡ് ആയിരിക്കും. സോ അതും ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. പിന്നെ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു കൂളിംഗ് ഫാൻ ആണ്. ബാക്കിയുള്ള പവർ സപ്ലൈസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ഇത്തിരി വലിയൊരു ഫാനാണ് നമുക്ക് റേഡിയന്റെ പവർ സപ്ലൈയിൽ വരുന്നത്. സോ വലിയ ഫാൻ അല്ലെങ്കിൽ വലിയ വിങ്സ് വരുമ്പോഴത്തേക്കുള്ള ഗുണം എന്ന് പറയുന്നത് കൂടുതൽ എയറിനെ പുഷ് ചെയ്യാനായിട്ട് ഈ ഒരു ഫാന് സാധിക്കുന്നതാണ്. സോ കൂടുതൽ എയറിനെ പുഷ് ചെയ്ത് മാക്സിമം കൂളിംഗ് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഏതൊരു ഇലക്ട്രോണിക്സ് ആണെങ്കിലും നല്ല രീതിയിൽ കൂളിംഗ് ഓഫർ ചെയ്ത് അല്ലെങ്കിൽ ഹീറ്റിന്റെ ആ ഒരു ഡിസിപ്പേഷൻ മാക്സിമം ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എഫിഷ്യൻസി കൂടുതൽ കിട്ടുന്നതായിരിക്കും. സോ ഫാൻ ബിഗർ ആണെന്നുള്ളതും നമ്മുടെ റേഡിയന്റെ പവർ സപ്ലൈയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു വലിയൊരു കമ്പോണന്റ് ആണ് ഈ കാണുന്ന ഈ ഒരു ചെറിയൊരു ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഒരു സർക്കുലർ ഒരു ഡിസ്ക് ഷേപ്ഡ് ഇൻഡക്ടർ ആണ് ഈ കാണുന്നത്. സംഭവമൊന്നുമില്ല, ഒരു കോറിനകത്തിൽ ചെറിയ ഇത്തിരി കട്ടി കൂടിയ ഒരു കോപ്പർ വയർ വൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് റേഡിയന്റെ പവർ സപ്ലൈയിൽ കാണുന്നുള്ളൂ. ഈ പറയുന്ന ജനറിക് ബ്രാൻഡിന്റെ പവർ സപ്ലൈയിൽ കാണാറില്ല. പൊതുവെ നല്ല ബ്രാൻഡിന്റെ പവർ സപ്ലൈകളിലാണ് ഇത്തരത്തിലൊരു ഇൻഡക്ടർ നമ്മൾ കാണാറ്. ഈ ഒരു ഇൻഡക്ടർ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരുന്ന ഒരു ചെറിയൊരു കമ്പോണന്റ് ആണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള, അതായത് വലിയ ഫ്ലക്ച്വേഷൻസും വലിയ റിപ്പിളുകളും അല്ലെങ്കിൽ നോയ്സ് ഒന്നും ഇല്ലാത്ത വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു DC ഔട്ട്പുട്ട് തരാനായിട്ട് ഈ ഒരു ഇൻഡക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹൈ കറണ്ട്, ഈ പറയുന്ന നമ്മൾ 33.33 ആംബിയർ എന്ന് പറയുന്ന കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് പോർട്ടുകളിൽ കിട്ടാനായിട്ടും ഈ കാണുന്ന ഈ ഒരു ഇൻഡക്ടർ സഹായിക്കുന്നതാണ്. സോ പൊതുവേ താഴ്ന്ന ബ്രാൻഡുകളുടെ പവർ സപ്ലൈയിൽ ഇത്തരത്തിൽ ഇൻഡക്ടറുകൾ വരാറില്ല. നല്ല ബ്രാൻഡിന്റെ പവർ സപ്ലൈകളിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ഇൻഡക്ടർ വരുന്നത്. സോ ബെറ്റർ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു ഇൻഡക്ടർ സഹായിക്കുന്നുണ്ട്. റേഡിയന്റെ പവർ സപ്ലൈയിൽ അത്യാവശ്യം ലാർജ് ആയിട്ടുള്ള ഒരു ഇൻഡക്ടർ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അധികം ഒന്നും പവർ സപ്ലൈയിൽ കണ്ടുവരാത്ത 1-2 കാര്യങ്ങൾ നമ്മുടെ റേഡിയന്റെ പവർ സപ്ലൈയിൽ വരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ബാക്ക് പോർഷനിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ട്രാൻസ്ഫോമറും അതുപോലെ ഒരു ICയും കുറേ റെസിസ്റ്ററും ചെറിയ കപ്പാസിറ്ററുകളും സെനർ ഡയോഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന പവർ സപ്ലൈയുടെ കംപ്ലീറ്റ് ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ കാണുന്ന ഈ ഒരു കുഞ്ഞ് IC ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ AC ടു DC സ്വിച്ചിങ് മാക്സിമം സ്മൂത്തും ബെറ്ററും ആക്കാനായിട്ട് ഈ ഒരു IC നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിലേക്ക് പവർ കൊടുക്കാനും അതിന്റെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യാനും വേണ്ടിയാണ് ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു റെസിസ്റ്ററുകളും ചെറിയ ഡിസ്ക് കപ്പാസിറ്ററുകളും അതുപോലെ സെനർ ഡയോഡുകളും വരുന്നത്. കൂടുതൽ റെസിസ്റ്ററുകളും കൂടുതൽ സെനർ ഡയോഡുകളും ഒരു പവർ സപ്ലൈയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ പവർ സപ്ലൈയിൽ ഓഫർ ചെയ്യുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലായിരിക്കും. എത്രത്തോളം കമ്പോണൻസ് ഒരു പവർ സപ്ലൈയിൽ കൂടുന്നോ അത്രയും എഫിഷ്യന്റ് ആയിട്ടും അത്രയും നല്ലതായിട്ടായിരിക്കും ആ ഒരു പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു കൺട്രോളിങ്ങിനും പ്രൊട്ടക്ഷനും വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞു കമ്പോണൻസ് ആണ് ഈ ഒരു പോർഷനിൽ കാണുന്നത്. പൊതുവെ നമ്മൾ ഹയർ എൻഡ് പവർ സപ്ലൈസിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ നമ്മൾ കണ്ടുവരാറ്. വലിയ കുഴപ്പമില്ലാത്ത പവർ സപ്ലൈയിലൊന്നും ഇത്തരത്തിലുള്ള കമ്പോണൻസ് നമ്മൾ കാണാറില്ല. ഇത്രയൊക്കെയാണ് നോർമൽ പവർ സപ്ലൈയും RRL പവർ സപ്ലൈയും നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ് ഈ കമ്പോണൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും അതുപോലെ എന്തുകൊണ്ടാണ് നമ്മുടെ പവർ സപ്ലൈ ഇത്രയും കമ്പോണൻസ് വന്നെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാ പവർ സപ്ലൈയിലും ഏറ്റവും
പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്ന ഒരാളുണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഈ കാണുന്ന ട്രാൻസ്ഫോമർ നമുക്ക് നല്ല കോർ ട്രാൻസ്ഫോമറുകളാണ് വരുന്നത്. ഈ കാണുന്ന ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന AC DC ആയിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ തരുന്നത്. ഈ രണ്ട് പവർ സപ്ലൈയിലും കാണുന്നത് 12 വോൾട്ട് 400 വാട്ട്സിന്റെ ട്രാൻസ്ഫോമറുകളാണ്. സോ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ പവർ സപ്ലൈകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും പ്രൈസിംഗ് ഒക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷോപ്പുകൾ വരുന്നത് എറണാകുളം നോർത്ത് പരവൂരിലും ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്തായിട്ടാണ്. നിങ്ങൾ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ കൊറിയർ ചെയ്ത് നൽകുന്നതാണ്. LED മറ്റ് സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.